സമൃദ്ധിയെ വരവേൽക്കാനായി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് ഈ വർഷത്തെ ആദ്യ വിളവെടുപ്പിന്റെ ഒരു ഭാഗം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. ഭഗവാന് സമർപ്പിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. പുലർച്ചെ 5:45-ന് പത്മതീർത്ഥക്കുളത്തിന്റെ തെക്കേ കൽമണ്ഡപത്തിൽ നിന്നും വാദ്യങ്ങളോടെ തലച്ചുമടായി നെൽക്കറ്റകൾ കിഴക്കേ നാടകശാലയിൽ എത്തിച്ചു. തുടർന്ന് ക്ഷേത്ര ആഴാദിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി. പത്മനാഭസ്വാമിയുടെയും ഉപദേവതകളുടെയും ശ്രീകോവിലുകളിൽ കതിർക്കറ്റകൾ നിറച്ചു. പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവൽ പ്രസാദവും പൂജിച്ച കതിർക്കറ്റകളും നൽകി. രാജകുടുംബാംഗങ്ങൾ നിറപുത്തരി കൈപ്പറ്റിയതിനു ശേഷമാണ് പുറത്തു നിന്നുമുള്ള ഭക്തർക്ക് നെൽക്കതിർ വിതരണം ചെയ്തത്. ഈ വർഷം ആദ്യം കൊയ്ത നെൽക്കതിരുകളാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ആചാരപ്രകാരം നിറപുത്തരി പൂജയ്ക്ക് ശേഷം ആലില, മാവില, നെല്ലി, ഇല്ലി, കാഞ്ഞിരം എന്നിവയുടെ ഇലകളോട് കൂടിയ നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഇവ ഭക്തിയോടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നതാണ് നിറപുത്തരിക്ക് പിന്നിലെ ഐതിഹ്യം. ജനം, തിരുവനന്തപുരം.